ഇന്നിവിടെ ഉരുത്തിരിയുന്ന ആശയങ്ങളും തീരുമാനങ്ങളും കൃത്യമായി അടുത്തൊരു 48 മണിക്കൂറിനുള്ളിൽ നടപ്പാക്കുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല. മാക്സിമം 48 മണിക്കൂറാണ്. ഇച്ചിരി ശബ്ദത്തിൽ കേൾക്കണം. മറ്റേ രഹസ്യത്തിൽ കിറുകിറ കേട്ടാൽ പോരാ, നന്നായിട്ട് കേൾക്കണം. പത്തനംതിട്ടയ്ക്ക് പോകുന്ന വണ്ടി പോകുന്ന അങ്ങനെ പറ്റത്തില്ല. പത്തനംതിട്ടയ്ക്ക് പോകുന്ന വണ്ടി പോകുന്നതന്നെ കേൾക്കണം. ഉറുന്നൊരു മുഴക്കം മാത്രം കേൾക്കുന്ന സാധനം മാറ്റിട്ട് വരും. ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റ മന്ത്രി KB ഗണേഷ് കുമാർ പണി തുടങ്ങി. അതിൻ്റെ ആദ്യ കാഴ്ച കണ്ടത് പമ്പയിൽ ദേവസ്വം ബോർഡ് അധികൃതരും ഗതാഗത വകുപ്പിൻ്റെയും ഉന്നതതല യോഗത്തിലാണ്. മന്ത്രിയുടെ മാസ് ഇടപെടൽ വെളിവാക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. മകരവിളക്കിന് മുന്നോടിയായിട്ട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിലാണ് KSRTCക്ക് വേണ്ട ആവശ്യങ്ങളെ സംബന്ധിച്ച് ആവശ്യമുന്നയിച്ചത്. അതിൽ അലംഭാവം വരുത്തുന്ന ചില ഉദ്യോഗസ്ഥരോട് കയർത്തും ചിരി പരിഹസിച്ചും കുറച്ച് സ്നേഹിച്ചും കുറച്ച് വിമർശിച്ചും മന്ത്രി കത്തിക്കയറുകയായിരുന്നു. അത് കാണേണ്ട ഒരു കാഴ്ചയാണ്. ADGP, MLA, DIG, SP, ജില്ലാ കളക്ടർ. അപ്പോൾ ദേവസ്വം ബോർഡ് അയച്ചത് എക്സിക്യൂട്ടീവ് തന്നെയാണ്. അദ്ദേഹം തെറ്റില്ല. പക്ഷേ ആയാലും മതിയായിരുന്നു. പക്ഷെ നമുക്ക് കാര്യം നടന്നാൽ മതി. ഇത്രയും സീരിയസ് ആയ യോഗം നടക്കുമ്പോൾ അതിനെ ആ സീരിയസ് ആയ കാഴ്ചപ്പാടിൽ കാണാത്ത ദേവസ്വം ബോർഡിൻ്റെ നിലപാടിൽ എനിക്ക് അസംതൃപ്തിയുണ്ട്. അദ്ദേഹം പറയണമല്ലോ. പക്ഷേ അസംതൃപ്തിയൊന്നും പ്രകടിപ്പിക്കുന്നില്ല. പകരം കൃത്യമായി ഞങ്ങളിവിടെ ഇന്നിവിടെ ഉരുത്തിരിയുന്ന ആശയങ്ങളും തീരുമാനങ്ങളും കൃത്യമായി അടുത്തൊരു 48 മണിക്കൂറിനുള്ളിൽ നടപ്പാക്കുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല. മാക്സിമം 48 മണിക്കൂറാണ്. LED ബോർഡ് വെക്കാനൊക്കെ നമ്മൾ തീരുമാനിച്ചല്ലോ. അല്ല, അത് ആര് പറഞ്ഞു? അല്ല, ബോർഡ് തന്നെ ഇവിടെ വന്ന് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തരാമോ? അത് കൊള്ളാമോ? ബോർഡ് അവിടെ ചെന്നിട്ട് വേണ്ടാൻ തീരുമാനിക്കുന്നത് ഒരു മോശം പരിപാടിയാണ്. നിങ്ങൾ മൈക്ക് തന്നാൽ അനൗൺസ് ചെയ്യാം. അല്ലാതെ KSRTCയുടെ ചെലവിൽ മൈക്ക് വയ്ക്കുന്നില്ല. ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വിളിക്കാം. നിങ്ങൾ മൈക്ക് വാടക എടുത്ത് വരും. ഇപ്പോൾ അടുത്ത സ്ഥലത്ത് അതിപ്പോ കിട്ടും. 2-3 ദിവസത്തേക്ക് വാടക എടുത്തു. അതൊന്നും വയ്യേ. അല്ല, നമ്മൾ 4 വണ്ടികൾ നോട്ടെണ്ണുന്ന വിഷയം മാത്രം മതിയോ? നോട്ടെണ്ണി എടുക്കുന്ന വിഷയം മാത്രം മതിയോ? അത് ബഹുമാനപ്പെട്ട മന്ത്രിയും നിൽക്കുന്ന യോഗത്തിൽ ഞങ്ങൾ MLA മാരും പോലീസും ഉന്നയിക്കുന്ന വിഷയമാണ്. നിങ്ങൾ കമ്മിറ്റ് ചെയ്തതാണ്. ശരി, ഇത് നമ്മുടെ തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇത് ഒരു പ്രശ്നം വന്നാൽ ഇപ്പം അദ്ദേഹം പറഞ്ഞു മൈക്ക് അനൗൺസ് ചെയ്യണം. അവർ അനൗൺസ് ചെയ്യാൻ റെഡിയാണ്. വിവിധ ഭാഷകളിൽ അനൗൺസ് ചെയ്യാൻ. നിങ്ങൾ മൈക്ക് പോലും വാടകയ്ക്ക് എടുത്ത് കൊടുക്കില്ല. സ്ഥിരമായി മൈക്ക് KSRTC വാങ്ങിച്ചു തരാനല്ല പറഞ്ഞു. നിങ്ങൾ ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടി ഒരു സീസണിലേക്ക് ഒരു മൈക്ക് വാടക 1 മാസം 2 മാസം ചെയ്യുന്ന ഒരു സീസണിൽ ഒരു മൈക്ക് 2-4 മൈക്ക് വാടകയ്ക്ക് എടുത്ത് കൊടുക്കാൻ ഇല്ലെങ്കിൽ പിന്നെ ഉണ്ടാകുന്ന പ്രതിസന്ധിയുടെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയായിരിക്കും. കാരണം പോലീസാണ് പറയുന്നത് അനൗൺസ് ചെയ്യണം. പല അനൗൺസ്മെൻറ്റുകളുണ്ട്. ഇന്നടത്ത് ബസ് കിടപ്പുണ്ട്, കയറിക്കോ എന്നൊക്കെ പറയണ്ടേ. എന്തെല്ലാം അത് വേണ്ടെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. എല്ലാവരും ഇങ്ങനെ അലഞ്ഞോട്ടെ എന്നാണ് തരണമെങ്കിൽ അതാണ് മൈക്ക് വാടകയ്ക്ക് എടുത്ത് കൊടുക്കണം. മൈക്ക് വാടകയ്ക്ക് എടുത്ത് കൊടുക്കണം KSRTCക്ക്. അല്ലെങ്കിൽ അനൗൺസ് ചെയ്യത്തില്ല. ആളുകൾ അവിടെ കിടന്ന് അലഞ്ഞാൽ നിങ്ങൾക്കായിരിക്കും ഉത്തരവാദിത്വം, ഞങ്ങൾക്കാർക്കുമല്ല. ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങളുടെ സാന്നിധ്യത്തിൽ മന്ത്രി പറഞ്ഞു അതനുസരിച്ചില്ല എന്നുള്ളത് പറ്റത്തില്ല. അത് മന്ത്രി പറഞ്ഞല്ലോ. മന്ത്രി പറയുന്നതിനപ്പുറമല്ലല്ലോ ബോർഡ് പറയുന്നത്. മന്ത്രി പറഞ്ഞല്ലോ അനൗൺസ് ചെയ്യാൻ മൈക്ക് അടിയന്തരമായിട്ട് നാളെ മൈക്ക് വാടകയ്ക്ക് എടുത്ത് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉത്തരവാദിത്വം മാധ്യമങ്ങളെ കൂടി നിർത്തിയാൻ പറയുകയാണ്. എല്ലാവരും ഇരിക്കുമ്പം പറയുകയാണ്. തിരക്കും തിരക്കുണ്ടായി നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാമെന്നാൽ പോലീസിൻ്റെ നിർദ്ദേശം അനുസരിച്ച് KSRTCക്ക് അനൗൺസ് ചെയ്യാൻ പറ്റിയില്ല. വണ്ടി ഇങ്ങോട്ടാണ് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇങ്ങോട്ട് കയറിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നില്ലെങ്കിൽ അത് കുഴപ്പമാകും. മൈക്ക് വാടകയ്ക്ക് എടുത്ത് കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് ദേവസ്വം ബോർഡിന് അപകടം സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ത്രിവേണിയാണ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കണം. എല്ലാ വർഷവും ഈ ബാരിക്കേഡ് മൈക്കും എല്ലാ വർഷവും പണ്ടുതൊട്ടേ ഉണ്ടല്ലോ. ഞാനിവിടെ കുഞ്ഞിലെ വരുന്ന കാലം തൊട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ അപ്രത്യക്ഷമായിട്ടുള്ളതാണ്. നമ്മൾ ആന വാങ്ങിക്കാൻ പോട്ടി വാങ്ങിക്കില്ല എന്ന് പറയുന്നത്. നിർബന്ധമായിട്ട് മൈക്ക് കൊണ്ടുപോകും. പിന്നെ മൈക്ക് വെച്ചതിന് ഇനി ദേവസ്വം ബോർഡ് പൈസ തരത്തില്ല. അതായത് എന്നെ വിളിച്ചാൽ ഞാൻ എൻ്റെ പോക്കറ്റിൽ തരാം. അയ്യപ്പൻ ഒരുപാട് വാടക പോരെ. വാടക എടുക്കാനല്ലേ പറഞ്ഞുള്ളൂ, വിലയ്ക്ക് വാങ്ങിക്കാനൊന്നും പറഞ്ഞില്ല. അല്ല പിന്നെ എന്തോ നിങ്ങളിത് പറയുന്നത്. നമ്മൾ ഇത്രയും പോലീസും ഇത്രയും ഉദ്യോഗസ്ഥന്മാരും ഈ KSRTC ഡ്രൈവർമാരും കണ്ടക്ടർമാരൊക്കെ വന്ന് ആ ചള്ളയ്ക്കകത്ത് കിടക്കുക. അവരെ ആദ്യം അവർക്ക് അവാർഡ് കൊടുക്കണ്ടേ? നിങ്ങൾ ആലോചിക്കണം. നിങ്ങളൊരു ഡോർമെറ്ററി കൊടുത്ത് തീർത്ത് പോലീസിന് കൊടുത്ത് നിങ്ങൾ പേടിച്ചെന്ന് പറയുന്നതിനൊക്കെ അത് പറ്റത്തില്ല. ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മൈക്ക് സെറ്റ് വാടകയ്ക്ക് എടുക്കണ്ട എന്ന് ബോർഡ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വിളിച്ച് ചോദിക്കുന്നേ അങ്ങനെ പറഞ്ഞു. നമ്മളെ സുഹൃത്താ, നമ്മൾ ചോദിക്കും വിളിച്ച് എന്നാ പറഞ്ഞ്
LED പ്രൊജക്ടർ വെക്കാൻ തീരുമാനിച്ചിട്ട് വേണ്ടാന്ന് തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ പോലീസ് ഏറ്റവും ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. എന്തിനായിരുന്നു LED അവിടുത്തെ സന്നിധാനത്തെ തിരക്കൊക്കെ അയ്യപ്പന്മാർക്ക് വരാനും അനൗൺസ്മെന്റ്സ് വരാനും ഈ തിരക്ക് മാനേജ് ചെയ്യാനായിട്ട് അത് റെന്റിലെങ്കിലും എടുക്കാൻ നമ്മുടെ അടുത്ത് കൊടുക്കാമെന്ന്. പിന്നെ റെന്റിന് എടുക്കേണ്ട കാര്യമുള്ളൂ, വാങ്ങിക്കേണ്ട കാര്യമല്ല. കാരണം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പാടായുണ്ട്. വർഷം സീസണിൽ റെന്റിന് എടുക്കുക, 2 മാസം കഴിയുമ്പോൾ ഒന്ന് ഇവിടെ അത്രയേ ഉള്ളൂ. അത് പോലീസിന് പ്രധാനപ്പെട്ട സജഷനായിരുന്നു. വാങ്ങരുത്, വാങ്ങുന്നതൊക്കെ നഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ അവർ ഓപ്പറേറ്റ് ചെയ്തോളും. ത്രിവേണിയിൽ മൈക്ക് കൊടുക്കാനാണ് പറഞ്ഞത്. ത്രിവേണിയല്ലേ മൈക്ക് വേണ്ടത്? അല്ലേ? അങ്ങനെ ത്രിവേണിയിലാണ് വേണ്ടത്. ഇവിടെ നമ്മൾ ഈ ബസ് കയറുന്നില്ലേ? 48 മണിക്കൂറിനകത്ത് ഇതെല്ലാം നടപ്പാക്കണമെന്ന ആവശ്യത്തോടൊപ്പം തന്നെ പിന്നെയും ഉണ്ടായി ചില നിർദ്ദേശങ്ങൾ. അതായത് ശബരിമല സന്നിധാനത്ത് ദർശനം കഴിഞ്ഞെത്തുന്ന അയ്യപ്പന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ ട്രാൻസ്പോർട്ട് സംവിധാനം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡ് മൈക്ക് സെറ്റ് ഏർപ്പെടുത്തണം. ആ മൈക്ക് സെറ്റ് ഏർപ്പെടുത്തുമ്പോൾ അതിലൂടെ അനൗൺസ് ചെയ്യുമ്പോൾ എങ്ങനെ കേൾക്കണമെന്നതിനെ സംബന്ധിച്ച് ഒരു മിമിക്രി മോഡലുള്ള ഒരു നിർദ്ദേശവും. ഇച്ചിരി ശബ്ദത്തിൽ കേൾക്കണം. മറ്റേ രഹസ്യത്തിൽ കിറുകിറ കേട്ടാൽ പോരാ, നന്നായിട്ട് കേൾക്കണം. പത്തനംതിട്ടയ്ക്ക് പോകുന്ന വണ്ടി പോകുന്ന അങ്ങനെ പറ്റത്തില്ല. പത്തനംതിട്ടയ്ക്ക് പോകുന്ന വണ്ടി പോകുന്നതന്നെ കേൾക്കണം. ഉറുന്നൊരു മുഴക്കം മാത്രം കേൾക്കുന്ന സാധനം മാറ്റിട്ട് വരും. നല്ല കോളാമ്പി മാറ്റി കൊടുക്കണം. വലുത് 2 നല്ല സ്പീക്കർ ഗാനമേളയ്ക്ക് ഉപയോഗിക്കുന്നങ്ങ് വെച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞല്ലേ, ദേവസ്വം ബോർഡ് തന്നില്ലേ ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ. പിന്നെ എന്ത് പാടും? നല്ല അനൗൺസ് ആള് കേൾക്കണം. അനൗൺസ്മെന്റ് ഒരു ആംപ്ലിഫയർ, ഒരു ചെറിയ മൈക്ക്, ഒരു കൊളാമ്പി പോരെയെന്ന് ചോദിച്ചതുകൊണ്ട് ചോദിച്ചത്. അനൗൺസൊക്കെ അവർ ചെയ്തോളും, അതൊക്കെ അവർ ചെയ്യിച്ചോളും, കുഴപ്പമില്ല. എല്ലാ ആവശ്യത്തിനൊക്കെ ദാരിദ്ര്യം വേണം. അങ്ങനെ മുമ്പേ പറഞ്ഞു അല്ലേ? അങ്ങനെ മുമ്പേ പറഞ്ഞു, വളരെ വ്യക്തമായി നിങ്ങൾ പറഞ്ഞു. ബോർഡ് വേണ്ട എന്ന് പറഞ്ഞു. നിങ്ങൾ ഉദ്ദേശിച്ചത് LED ബോർഡ് വേണ്ടെന്നാണ് പറഞ്ഞു. ബോർഡ് വേണ്ടെന്ന് പറഞ്ഞു നമ്മൾ. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും തിരിഞ്ഞത് മൈക്ക് സെറ്റൊക്കെ എടുക്കാൻ അന്ന് മന്ത്രിയുടെ സാന്നിധ്യം തീരുമാനിച്ചിരുന്നല്ലോ എന്ന് MLA ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞ മറുപടി അതൊന്നും എടുക്കണ്ട എന്ന് ബോർഡ് പറഞ്ഞു എന്നാണ്. അപ്പം അതിൽ മൈക്ക് ഇപ്പോഴും ഒരു സംശയം നിൽപ്പുണ്ട്, മൈക്ക് വേണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും. അപ്പം നിങ്ങൾ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, നിങ്ങൾ നാളെ വീട്ടിന് മുമ്പ് മൈക്ക് തന്നില്ലെങ്കിൽ അവർ മൈക്ക് വാടകയ്ക്ക് എടുക്കുകയും ബില്ല് അയക്കുകയും ചെയ്യും. എന്താ പറയുന്നത്? അവർ തന്നില്ലെങ്കിൽ നമ്മൾ തീരുമാനിച്ച സ്ഥിതിക്ക് പോലീസ് ആവശ്യപ്പെട്ടതാണ്, നമ്മളായിട്ടൊരു കുഴപ്പമുണ്ടാക്കരുത്. അവർ തന്നില്ലെങ്കിൽ നമ്മൾ വാടകയ്ക്ക് എടുക്കും, പക്ഷേ ബില്ല് കൊടുത്ത് വാങ്ങിക്കും. ഇത്തരത്തിൽ ആകെ ഒരു വെടിയും പുകയും നിറയുന്നതായിരുന്നു ആ യോഗം മൊത്തത്തിൽ. മന്ത്രി KB ഗണേഷ് കുമാറിനോടൊപ്പം MLAമാരും ട്രാൻസ്പോർട്ടിലെയും പോലീസിലെയും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ദേവസ്വം ബോർഡിന് മുന്നിൽ വെച്ച ആവശ്യം അത് അംഗീകരിച്ചില്ലെങ്കിൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം കൊടുക്കാൻ തയ്യാറാണെന്നും മന്ത്രി വാഗ്ദാനം ചെയ്തു. പോരാത്തതിന് ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട് KSRTC ജീവനക്കാർക്കെല്ലാം ദേവസ്വം ബോർഡ് നൽകുന്ന പല തരത്തിലുള്ള സൗകര്യങ്ങളിലെ അസംതൃപ്തിയും അദ്ദേഹം നേരിട്ട് പ്രകടിപ്പിച്ചു. ഇവിടെ ഒരു ഡ്യൂട്ടിക്ക് വരുമ്പോൾ KSR ജീവനക്കാർക്ക് മാത്രമല്ല പോലീസിനും മറ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും റെസ്റ്റില്ല എന്നുള്ളത് ശരിയാണ്. പിന്നെ അവർക്ക് അതിനുള്ള റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നതിലും ദേവസ്വം ബോർഡ് ഇച്ചിരി പുറകോട്ടാണ് ഉള്ള കാര്യം പറയാം. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും ശ്രദ്ധയിൽ നമ്മൾ കൊണ്ടുവരും. MLAമാരും പറയും, ഞാനും പറയും, ഞങ്ങൾ പറയും. ഭക്തിപൂർവ്വമായ ത്യാഗപൂർണ്ണമായ ഒരു സേവനമാണ് ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ജീവനക്കാർ ചെയ്തുകൊണ്ട്. അത് ആരോഗ്യ വകുപ്പാണെങ്കിലും വൈദ്യുതി വകുപ്പാണെങ്കിലും എല്ലാവരും അതനുസരിച്ചാണ് ചെയ്യുന്നത്. സർവീസായി പോലീസ് പോലും ഒരു സർവീസായിട്ടാണ് പലപ്പോഴും അതിനെ കാണുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റേതായ ഒരു വിശ്രമം കിട്ടാൻ ഉള്ള സമയം വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ മാത്രമല്ല നിലയ്ക്കലും ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ഞങ്ങൾ ആവശ്യപ്പെടും. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉടൻ തന്നെ ആവശ്യപ്പെടാൻ പോകുന്നത് KSRTC ജീവനക്കാരെ കിടക്കാൻ സ്ഥലമൊന്നുള്ളതല്ല, അത് KSRTC ആവശ്യപ്പെടും. നിലയ്ക്കൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ദൂരയാത്ര, ആന്ധ്രാപ്രദേശിനൊക്കെ ദൂരയാത്ര വരുന്ന വണ്ടി ഓടിച്ചു വരുന്ന ഡ്രൈവർമാർക്ക് വിശ്രമിക്കാനോ ടോയ്ലറ്റ് ഫെസിലിറ്റിയോ ഒന്നും തന്നെ നിലയ്ക്കലില്ല. വണ്ടികളിലൊക്കെ കിടക്കുകയാണ്. അപ്പോൾ അവർക്ക് നീണ്ടു നിവർന്ന് കിടന്ന് വിശ്രമിച്ചിട്ട് സുരക്ഷിതമായി വണ്ടി ഓടിച്ചു പോവുക. പലപ്പോഴും നമ്മളാണ് ഇവിടുന്ന് പോകുന്ന വണ്ടികൾ അങ്ങോട്ട് അവിടെയൊക്കെ ചെന്നിട്ട് ഡ്രൈവർ ഉറങ്ങിയിട്ടൊക്കെ ഇടിക്കുകയാണ് തമിഴ്നാട്ടിലേക്ക് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡ്രൈവർ അയ്യപ്പന്മാർ മലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഡ്രൈവർമാർക്ക് വിശ്രമിക്കാനൊരു സൗകര്യം ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്നുള്ള നിലപാടാണ്. അത് അടുത്ത വർഷം ഞങ്ങൾക്കത് തയ്യാറാക്കി തരണം എന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉടൻ തന്നെ ദേവസ്വം ബോർഡിന് കത്ത് കൊടുക്കുകയും പോലീസ് തന്നെ ആവശ്യപ്പെട്ടു. KSRTC ബസ്സുകളിൽ കയറുന്നവർക്ക് അനൗൺസ്മെൻറ്റ് കൊടുക്കാൻ മൈക്ക് കൊടുക്കുന്നില്ല. അതൊക്കെ മാറും. അത് മന്ത്രി നിർദ്ദേശിച്ച കാര്യം പോലും അവർ ലംഘിച്ചു എന്നാണ് MLA പറഞ്ഞത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിട്ട് സംസാരിക്കും. ഇത് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമാണിത്. അങ്ങനെ അല്ലാതെ വൈരാഗ്യമൊന്നുമില്ല. ചില കമ്മ്യൂണിക്കേഷൻ, ചില കാര്യങ്ങൾ അറിയുന്നതിനുമുള്ള മുകളിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ താഴോട്ട് എത്തുന്നില്ല. അതാണ് അതിൻ്റെ കുഴപ്പം. അല്ല വേറെയും കുഴപ്പമൊന്നുമില്ല. ദേവസ്വം ബോർഡ് മനഃപൂർവ്വം ചെയ്യുന്നതൊന്നുമല്ലല്ലോ. ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നമുണ്ട്. ഇപ്പോൾ പോലീസിനൊന്നും അങ്ങനെയില്ല. പോലീസും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് നിർദ്ദേശിക്കുന്ന പോലെ തന്നെയാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും. ഇങ്ങനെയൊക്കെ ആയിരുന്നു ആ യോഗം സമാപിച്ചത്. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് വരും ദിവസങ്ങളിൽ
എന്താണ് കാണാൻ പോകുന്നതെന്നും എന്താണ് അനുഭവിക്കേണ്ടി വരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് അവിടെ കണ്ടത്. മൊത്തത്തിൽ ഒരടിനാശം വെള്ളപ്പൊക്കം കണ്ട ഒരു യോഗം. ഇത്തരം ഇടപെടലുകൾ പല തരത്തിലുള്ള ശുദ്ധീകരണത്തിനും അവസരമൊരുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല തന്നെ.